അപ്പോൾ ഓണാഘോഷ പരിപാടി എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ടോപ്പ് ലിസ്റ്റിൽ വൺ ഓഫ് ദ മെയിൻ ഗെയിം ആണ് ഉറിയടി. അപ്പൊ എന്തായാലും ഈ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഉറിയടിക്കുന്ന ആരൊക്കെയാണ്? ഓക്കെ, അപ്പൊ ഇന്ന് സെറ്റ് ആക്കാം. അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് ഉറി അടിക്കാൻ വേണ്ടി ഞാൻ വിളിക്കാൻ പോകുന്നു മിസ്റ്റർ ആദിത്യ. നമ്മളുടെ റൂൾസ് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആദിത്യയുടെ കണ്ണ് നമ്മൾ കെട്ടുന്നു. ഓക്കെ, കണ്ണ് കെട്ടിയിട്ട് 2 പ്രാവശ്യം ഇങ്ങനെ കറക്കുന്നു, എന്നിട്ട് ഉറി അടിക്കുന്നു എന്നല്ല. കണ്ണ് കെട്ടി കറക്കി കഴിഞ്ഞ് കറക്റ്റായിട്ട് യോർ വൈഫിന്റെ അടുത്ത് പോയി ആ വൈഫിനെ കണ്ടുപിടിക്കണം. കയ്യിൽ തൊട്ട് കണ്ടുപിടിക്കണം. ഇനി എങ്ങാനും മാറി വല്ല അപ്പുറത്തെ ഇപ്പുറത്തെ വൈഫിന്റെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ വൈഫിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. ഞാൻ ഇവിടെ ഉണ്ടെന്ന്. പക്ഷെ മുന്നേ പോയി നിൽക്കാൻ പറ്റില്ല. ഭാര്യമാരുടെ ഇൻസ്ട്രക്ഷനിൽ ഭർത്താവുമാര് മൂവ് ചെയ്യുക. ഭർത്താവിന്റെ കണ്ണ് കെട്ടിയിട്ടുണ്ടായിരിക്കും. ഭാര്യ മുകളിൽ ഇരുന്ന് പറയുക, ചേട്ടാ ലെഫ്റ്റ്, ചേട്ടാ റൈറ്റ്, എന്റെ കറക്റ്റ് പോയി ഉറി അടിക്കുക. ഭാര്യയായിരിക്കും ഉറി അടിക്കുന്നത്. ഒരു പ്രതീക്ഷ കൊടുക്ക്, ഒരു പ്രതീക്ഷ കൊടുക്ക്. അത് പ്ലാസ്റ്റിക് ഓടാണ്, പ്ലാസ്റ്റിക് ഓടം. പ്ലാസ്റ്റിക് ഓടാണ്. അങ്ങനെ ആദ്യത്തെ കപ്പിൾ ഉറി അടിച്ചിരിക്കുകയാണ്. നമുക്ക് അടുത്ത ആള് ചേട്ടാ. അതായത് സംഭവം എന്താന്ന് വെച്ചാലേ, ഇതിനു മുമ്പ് നമ്മൾ കുറെ ഉറി അടിച്ചിട്ടുണ്ട്, ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് എവിടെയും ഫസ്റ്റ് പ്രൈസ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പുതിയ ആൾക്കാർ വരട്ടെ ഫീൽഡിലേക്ക്. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. കിട്ടി. വരൂ. ഫൈനലി അത് കണ്ടുപിടിച്ചു. എങ്ങനെ സാർ ഒരു മിനിറ്റ്. വേറെ ആരുടെ ഭാര്യയാന്ന് ഒന്നും കൂടെ. എന്തുകൊണ്ട് താൻ നേരത്തെ പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ചോദിച്ചത്. വലിയ അങ്ങോട്ടാന്ന് തോന്നുന്നു. പരാജയപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ വീണ്ടും പോയിരിക്കുന്നു. കുറച്ച് ലെഫ്റ്റ്. അതന്നെ വേറെ സൈഡിൽ പോ. നീನು ಹೊಸರೇನು? ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനത്തെ ആളല്ല. എന്നാ ചോദിച്ചത്? കയ്യിന്റെ പരുവരുപ്പ് കണ്ടറിഞ്ഞൂടെ? അടുത്ത ആളോടെ അടിപൊളി. കണ്ടു കാണത്തില്ലല്ലോ. ഇല്ല, അവിടുന്ന് മൂവ് ചെയ്തോ. അടിപൊളി. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ പിങ്കും പിങ്കൊക്കെ ഇട്ട് വന്ന ഒരു സുന്ദരനും സുന്ദരിയുണ്ട്. അവരെ വിളിച്ചാലോ? നമ്മുടെ അഖില രാഹുൽ പിപി. തായല്ലെങ്ങാനും വീണ ഫയർഫോഴ്സിനെ വിളിക്കണം കേട്ടോ. ഞാൻ അത്രക്കാരനല്ല സാർ. എന്നെ അങ്ങനെ കാണരുത്, ഒരു സഹോദരനായിട്ട് കാണണം.
കാരണമില്ല അമ്മയും പെങ്ങളും സിസ്റ്റേഴ്സ്. ഒരു കയ്യെ പിടിക്കാവൂ. അങ്ങനെയൊന്നും പറഞ്ഞൂടാ. ബാ ഇങ്ങോട്ട്. കറക്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നു ഗായ്സ്. കറക്റ്റ്. നിനക്ക് എന്നോടൊരു വിശ്വാസക്കുറവുണ്ട്, അത് മാറണം. പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഒരിക്കലും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. നേരെ 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 ആ നേരെ 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 പൊക്കോ. അവസാനം ബേബിയുടെ തല അടി. അടുത്ത് വിളിക്കാൻ പോകുന്നത് നമ്മുടെ ഗോകുൽ. ഗോകുലിന്റെ മുടി കൊണ്ട് കുടം പൊട്ടും. എടാ ഇതെങ്ങനെ കെട്ടുവളിയാ? എടുത്തിട്ട് വേണം എടുത്തിട്ട് പോ. ആ നേരെ നടക്ക്. കറക്റ്റ്. അയാളെ കാസ്റ്റായിട്ട് ഇപ്പഴും വരല്ലേ? എന്താ പറഞ്ഞേ? അല്ല നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചില്ലെങ്കിലേ എനിക്ക് ചിലപ്പോ ഓടിക്കളയാൻ തോന്നുന്നു. ഇയാൾ പിടിക്കൂ, എല്ലാരും പിടിക്കൂ, ആത്മാർത്ഥം പിടിക്കൂ. റെഡി. ചേച്ചിന്റെ കൈ മനസ്സിലായി. ഇവിടെ സോഫ്റ്റ് കൈ, ഈ സോഫ്റ്റ് കൈ ഒന്ന് പിടിച്ചു നോക്കിയേ. റൈറ്റിലോട്ട് ഇവിടെ ഇവനിത് മനഃപൂർവ്വം പിടിക്കാത്ത. കണ്ടുപിടിച്ചു. റെഡി. ഇനി കുറച്ചു ജസ്റ്റിന് മിസ്. ഇനി നമുക്ക് വിളിക്കാം മീറ്റ്. Okay, your time starts now. Okay, correct. വിരല് നോക്കുന്നു. എടി ഇതിപ്പോ മനസ്സിലാവുന്നില്ല, എല്ലാം ഒരേപോലെ ഉണ്ടല്ലോ. അങ്ങനെ തോന്നു. അതെ, ഭാര്യയെ കണ്ടുപിടിക്കാനുള്ള ഉദ്ദേശം തന്നെയാണല്ലോ അല്ലേ? ഓ ഫൈനലി ആണോ? ആരെങ്കിലും പൊക്കിട്ട് എനിക്ക് അടിപൊളിച്ച് പോകാൻ പറ്റില്ല. അല്ല ഒന്നുകൂടെ പിടിച്ചു നോക്ക്. ആണോ നോക്ക്. അല്ലല്ല ഇത്ര വളയിട്ടില്ല. അത്ര ഓക്കെ. ഇല്ല, ഞാൻ മെറീന്റെ കൈ അങ്ങനെ പിടിച്ചു നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് മെറീന്റെ കയ്യിൽ പിടിച്ചിട്ടില്ല. എടേ ഇത് 2 മിനിറ്റ് ആയില്ലോടെ. ഇതല്ലേ? കറക്റ്റ്. കിട്ടി ഫൈനലി. അയ്യോ പൊക്കല്ലേ വേറെ ആളാണേ.
എന്നാ ഉടമ്പ് എന്നാ മസിലി പളമാങ്ങ പോലെ இருக்குது അഴക് അഴക് കരളെ എന്റെ ചക്ര മോളല്ലടി വിട് വിട് ആ, correct, Yes! correct, Oh! correct. Finally! കണ്ടുപിടിച്ചോ Yay! പൊക്കിക്കോ 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 ആ പൊക്കിക്കോ പൊക്കിക്കോ ഇതല്ല എനിക്ക് മറന്നുപോയി സത്യം കൈ മറന്നുപോയി ഒരു സൗണ്ട് അങ്ങ് തരാം മിരി എവിടാ മിരി ആ യെസ് ഹോ പൊക്കിക്കോ 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 അതെ കറക്റ്റാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ പൊക്കിക്കോ പൊക്കിക്കോ ആ പൊക്കിക്കോ 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 എടാ പൊക്ക കറക്റ്റാടാ ആ ആ ഓക്കെ 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 ആ പൊക്കിക്കോ കൈയടി എടാ അതെ ഒരിക്കലും ജീവിതത്തിൽ തുറന്നു പറയരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ചില നഗ്ന സത്യങ്ങൾ അത് ഞാനിപ്പോ വെളിപ്പെടുത്താൻ പോകും. പൊക്കിക്കോ പൊക്കിക്കോ അല്ല ഇതല്ല ഇതല്ല ഇത് മൃദുല ഇനി മാറി നിൽക്കും കുറച്ച് സമയത്ത് ഓ അതറിയാം അല്ലല്ല അവളുടെ ഡ്രസ്സിന്റെ ഇത് മൃദുല. ആർക്കൊക്കെയോ ഞാൻ എടുക്കാൻ വേണ്ടി നല്ല പൂതിയുണ്ട് എന്റെ മുന്നിൽ എല്ലാരും വന്ന് ചാടിയിട്ട് എന്നെ കൺഫ്യൂഷൻ ആക്കിയായിരുന്നു എല്ലാരും ചാടുന്നു പിരിന്റെ പിരി പോയി എന്നാ തോന്നുന്നത് എന്റെ പിരി പോയി ഇതാണ് കറക്റ്റ് കറക്റ്റ് തന്നെ. ഇവർ പറ്റിക്കുന്ന പായി കുറെ സമയം ഇവർ ഇതല്ല എല്ലാരും ഒരുമിച്ച് കൈ തരുന്നു വാ, എടുത്തോ, എടുത്തോ. കമാൻഡ്രാ യെസ് മിരി എടുത്തോ ഉറപ്പിച്ചിട്ട് എടുക്കണേ ഉറപ്പിച്ചിട്ട് എടുക്കണേ എടാ ഇതല്ല ഉറപ്പിച്ചിട്ട് എടുക്കണേ. എടാ പി പി നിന്റെ വൈഫ് ಸಂದಣ ಮೇರ ವಗುವಾಗ ಪುತುರುಕ ಪೂಪರಿಕ ಪೋಗಿಲ ಮೋವಿ ಮೇನಾತೆ ಪಕ್ಕಿಲಮ್ಮ ಕಳಕಾತ ಸಂದಣ ಮೇರ ವಗುವಾಗ ಪುತುರುಕ ಪೂಪರಿಕ ಪೋಗಿಲ ಮೋವಿ ಮೇನಾತೆ ഇനി നെക്സ്റ്റ് റോമി കുട്ടൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ യെസ് ഇത് മാറി ഓ ആ ലെഫ്റ്റ് ലെഫ്റ്റ് നീതൊന്നേ നീതോ നീതു നീതോ നീതോ ആ ഫൈനലി ഇത് മൃദുല എല്ലാവർക്കും മൃദുല ചേച്ചി എങ്ങനെയാ തോന്നണേ? ഇത് മൃദുലയാന്ന് അതിന് ഇതല്ല ഇതെവിടെ ആയിരുന്നല്ലോ ആ. കംപ്ലീറ്റ് മാറ്റിയെന്നോണേ കിട്ടി ഓ യെസ് യെസ് ചേട്ടാന്നൊക്കെ വിളിക്കണ്ടല്ലോ പാടാന്ന് എനിക്ക് ആരെങ്കിലും വാ എന്നെ സഹായിക്ക്. ലെഫ്റ്റ് ഇതാ ക്ലൂ കൊടുക്കാം ലെഫ്റ്റ് പിടി ലെഫ്റ്റ് ക്ലൂ കൊടുക്കാം ക്ലൂ കൊടുക്കാം റൈറ്റ് റൈറ്റ് അപ്പൊ നിങ്ങൾക്കറിയാം ആ നിത നിത വാ നിത മാറി നിക്കരുത് കേട്ടോ ആ അയ്യോ അതന്നെ ആ ആ എടുത്തോ എടുത്തോ യെസ് കൊയിലിൻ പാട്ടിന്ന് കാതിൽ ആ പോട്ടെ 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 അപ്പൊ ഇതിൽ 2 വിജയികളാണ്.
മീറ്റ് മിരി ആൻഡ് നിത പ്രോമി. ഈ ഒരു നീണ്ട ഉറിയടി ഗെയിമിന്റെ വിന്നേഴ്സിന് ഗിഫ്റ്റ് ഹാമ്പർ ഞങ്ങൾ നൽകുകയാണ് ഫ്ലവേഴ്സ് TV. അപ്പൊ ആദ്യം തന്നെ നിത ആൻഡ് പ്രോമി. താങ്ക് യു സോ മച്ച്. കിടിലം കിക്കിടിലം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് നമ്മുടെ ഒഴിച്ചുകൂടാനാവാത്ത ഏറ്റവും വലിയ കിടിലം പരിപാടി നമ്മുടെ വടംവലി സെറ്റ് ആയിട്ടുണ്ട്. കലകൈ ഇപ്പൊ മൊത്തം 12 പേരാണുള്ളത് അല്ലേ? പക്ഷേ ശംഭു ചേട്ടാ ഇത് ശരിയാവില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഈ പരിപാടി ഇവിടെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതെന്താ ഇത് ഫുള്ള് ചേട്ടന്മാരും ഇവിടെയും ചേച്ചിമാരും ഇവിടെ പറ്റോ? ആ എന്താ ഇത്? അനിയന്മാര്. അനിയന്മാരല്ല ചേട്ടന്മാര്. ഇവരുടെ അത്ര ശക്തി ഇവർക്ക് ഉണ്ടാവോ? അതൊക്കെ നമുക്ക് കുഴപ്പമില്ല അല്ലേ? കുഴപ്പമുണ്ട് ഇല്ലേ? കുഴപ്പമുണ്ട്. നമുക്കൊരു പണി ചെയ്യാം. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ഗ്രൂപ്പ് ആയിക്കോട്ടെ. എന്നാ കേട്ടോ, ഇവിടാണ് ട്വിസ്റ്റ്. അപ്പൊ വേണ്ട, ട്വിസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ അവര് വലിച്ച് അവര് ജയിച്ചോട്ടെ, ഞങ്ങൾ തയ്യാറാണ്. ലേഡീസ് ജയിച്ചോട്ടെ. അപ്പൊ ഇനി ഉള്ള ഗെയിം പറയുകയാണ്. നിങ്ങൾ ഈ 6 പേരും കൂടെ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യുക. മൊത്തം ഈ സൈഡിൽ 12 പേര്. അപ്പൊ ഇവിടെ ഞാനും നീതുവും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഓണമായാൽ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് വരാൻ. ആര്? മാവേലി. അയ്യോ, മഹാബലി എന്ന് പറയും. അപ്പൊ ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് വാ പോരെ. Come on guys. Come on. മാവേലി നാടുവാണിടും കാലം മൊത്തം 12 പേര്. ആമോദത്തോടെ വസിക്കും കാലം മാവേലി വാർ പ്ലീസ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. മാവേലിമാരെന്ന് നമ്മൾ വിചാരിച്ചപ്പോൾ ഇത്രയും ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ബൈസും ട്രൈസും എല്ലാം ഇത്രയും കിടിലം ബോഡിയൊക്കെ ആയിട്ടുള്ള ഒരു ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള 6 മാവേലിമാരാണ് നിങ്ങൾക്ക് എതിരായിട്ട് മത്സരിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു കൈയടി ആദ്യം കൊടുക്കാം. ഇത് ചതിയായി പോയി. ഒരു മാവേലി എന്ന് പറഞ്ഞിട്ട് ഇത് ഒരു ലോഡ് മാവേലി. എന്തേ വന്നില്ല? എന്റെ പൊന്നെ, ഞങ്ങള് 12 പേരെ പറഞ്ഞിട്ട് അവരുടെ 6 പേരെ ഏൽപ്പിക്കാറുണ്ട്. അതാണ് അവരെയൊക്കെ കാണുമ്പോഴാണ് ഇവരെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നു. അപ്പൊ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. മാവേലി 1 പേര് റിക്സൺ. നിങ്ങൾ എല്ലാവരും ഒരു ടീമിലെ ആൾക്കാരാണോ? എങ്ങനെ ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണോ? എന്റെ സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂർ മസിൽ ഫാക്ടറി ജിം എടുത്താണ്. മസിൽ ഫാക്ടറി. പേരാമംഗലത്ത്. അവിടെ വർക്കൗട്ട് ചെയ്യുന്നവരാണോ ഇവരെല്ലാം? പലരും പല ജിം ആണ്. നിങ്ങൾ കോമ്പറ്റീഷനൊക്കെ ഇറങ്ങിയവരല്ലേ എല്ലാവരും? കോമ്പറ്റീഷൻ ഇറങ്ങാൻ പോകുന്നു. എന്റെ പേര് ലിൻഡോ. എന്റെ വീട് തൃശ്ശൂരാണ്. പക്ഷെ ഞാൻ അങ്കമാലിയിലാണ് സ്റ്റേയും കാര്യങ്ങളും. അവിടെ ബിസിനസ് ഫിറ്റ്നസ് സെന്റർ ഉണ്ട്. ഭയങ്കര ക്യൂട്ട് മാവേലി അല്ലേ? ഞാൻ തൃശ്ശൂര് ട്രെയിനറാണ്. എന്റെ പേര് ബിബിൻ. ഞാൻ പറയുന്നു ആംസ്ട്രോങ് ഫിറ്റ്നസ് ഗ്രൂപ്പിൽ നിന്നാണ് വരുന്നത്. കലക്കി. എന്റെ പേര് നിതിൻ. ആംസോങ് ഫിറ്റ്നസ് ഗ്രൂപ്പിൽ നിന്നാണ് വരുന്നത്. എന്റെ പേര് വിപിൻ. ലാസ്റ്റ് ഇയർ മിസ്റ്റർ കേരളയാണ്. കൂട്ടത്തിലെ മല്ലയ്യ ആരാണ്? അതെ, നമ്മുടെ ആങ്കറിനില്ലേ ഇതുവരെയായിട്ട് പേരായിട്ടില്ല. അപ്പൊ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ട് ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു പേര്. ഞാൻ പെട്ടെന്ന് കൈ തന്നപ്പോ തന്നെ എനിക്ക് വേദനിച്ചു. എന്തായാലും ഫിറ്റ്നസ് ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന മാവേലിമാരെ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ നമ്മൾ മറ്റേ കൊടവയറും. അതെ, അപ്പൊ വടംവലി തുടങ്ങാം. ഞാൻ നിങ്ങളുടെ ടീം ആട്ടാ. ആളെ നിങ്ങക്ക് വേണോ? അപ്പുറത്ത് പുതിയ ആൾക്കാർ വന്നപ്പോഴേക്കും അവിടെ ടീമായി. എനിക്ക് എന്റെ ടീം മതി. ഒരു സംശയമുണ്ട്. മാവേലി ഡാൻസ് കളിച്ച എല്ലാം ഓക്കെ, പക്ഷെ നമ്മുടെ മാവേലി ഇങ്ങനെയൊന്നും അല്ല. നമ്മുടെ മാവേലി അല്ലേ? ഞങ്ങളുടെ മാവേലി ഇങ്ങനെയല്ല. ഞങ്ങളുടെ മാവേലിക്ക് വയറുണ്ട്. ഇവിടുത്തെ മാവേലിയുടെ വയറൊക്കെ നെഞ്ചത്ത് കയറി നിൽക്കുന്നു.
ചെറിയൊരു അസൂയ എവിടെന്നെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെല്ലാരും അങ്ങോട്ട് തിരിഞ്ഞു നമ്മളെ തോപ്പിക്ക് ആരുണ്ടാ? നമുക്ക് നോക്കാം. ഗേൾസ് റൂൾസ് നമുക്ക് ഈ മാവേലി പോരെ? മതി. ഓഹോ ബോയ്സ് നമുക്ക് ഈ മാവേലി പോരെ? മതി. ഇവരുടെ സന്തോഷമാണല്ലോ. പോട്ടെ. സിമ്പിൾ. ആർക്കൊക്കെ വടംവലിന്റെ റൂൾസ് അറിയാം? വടംവലിയുടെ റൂൾസ് എന്ന് വെച്ചാൽ ഇപ്പുറത്തൊരു ടീം ഉണ്ടാവും അപ്പുറത്തൊരു ടീം ഉണ്ടാവും. നടുക്ക് 2 വര വരയ്ക്കും. എന്നിട്ട് എല്ലാരും വടം എടുത്ത് ഇങ്ങനെ കയ്യിൽ വെക്കും. കയ്യിൽ വെച്ചിട്ട് 3, 2, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിക്കാൻ തുടങ്ങും. തുടങ്ങിയാലോ? അപ്പോ നമ്മുടെ 3 വിസിൽ ഉണ്ടാവും. ഫസ്റ്റ് വിസിലിന് നമ്മൾ വടം എടുക്കുക, സെക്കൻഡ് വിസിലിന് വടം ടൈ ചെയ്യുക, തേർഡ് വിസിലിന് നമ്മൾ വലിച്ചു തുടങ്ങുക. റെഡിയാണോ ഗൈസ്? റെഡി അല്ലേ? യെസ്. കമ്പകുട്ടിക്കേറി കാണാൻ പോയവരൊക്കെ പറഞ്ഞ വടംവലി കണ്ട കൈ ഞരമ്പ് വലിഞ്ഞു തെളിഞ്ഞൊരു ഡുമ്പു കണക്കെ പിടിച്ചത് കണ്ട കമ്പകുട്ടിക്കേറി കാണാൻ പോയവരൊക്കെ പറഞ്ഞ വടംവലി കണ്ട കൈ ഞരമ്പ് വലിഞ്ഞു തെളിഞ്ഞൊരു ഡുമ്പു കണക്കെ പിടിച്ചത് കണ്ട മുറുക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ 12 പേരുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് ജയിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാവേലീസ് നിങ്ങൾ റെഡിയാണോ? എന്റെ ടീം ഏതാ? ഈ പോരാട്ട ഭൂമിയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി ഫൈനൽ വിസിൽ. റെഡി 1, 2, 3. കമ്പകുട്ടിക്കേറി കാണാൻ പോയവരൊക്കെ പറഞ്ഞ വടംവലി കണ്ട കൈ ഞരമ്പ് വലിഞ്ഞു തെളിഞ്ഞൊരു ഡുമ്പു കണക്കെ പിടിച്ചത് കണ്ട കമ്പകുട്ടിക്കേറി കാണാൻ പോയവരൊക്കെ പറഞ്ഞ വടംവലി കണ്ട കൈ ഞരമ്പ് വലിഞ്ഞു തെളിഞ്ഞൊരു ഡുമ്പു കണക്കെ പിടിച്ചത് കണ്ട മുറുക്കെ കമ്പകുട്ടിക്കേറി കാണാൻ പോയവരൊക്കെ പറഞ്ഞ വടംവലി കണ്ട കൈ ഞരമ്പ് വലിഞ്ഞു തെളിഞ്ഞൊരു ഡുമ്പു കണക്കെ പിടിച്ചത് കണ്ട കമ്പകുട്ടിക്കേറി കാണാൻ പോയവരൊക്കെ പറഞ്ഞ വടംവലി കണ്ട കൈ ഞരമ്പ് വലിഞ്ഞു തെളിഞ്ഞൊരു ഡുമ്പു കണക്കെ പിടിച്ചത് കണ്ട അപ്പൊ എനിക്ക് ആദ്യം ചോദിക്കേണ്ടത് നമ്മുടെ മാവേലിമാരോടാണ്. അവരെ ഡാൻസ് ഒക്കെ കൊള്ളാം. അതെ, പക്ഷെ മസിൽ ഫേക്ക് ആണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് അവരുടെ 2 ഷോസ്, അവരുടെ ബോഡി, അവരുടെ വിങ്സ്, അവരുടെ മാഷെ ഒന്ന് കാണിച്ചു മാഷെ. ഒരു ബോഡി ഷോ, ബോഡി ഷോ പ്ലീസ്. ഞങ്ങൾക്ക് മ്യൂസിക് വിത്ത് ബോഡി ഷോ. യെസ്. വാവ്. ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ശരിക്കും എന്ത് പറ്റി? അതിനെ പറ്റി ഒന്ന് പറയൂ. ആക്ച്വലി നമ്മുടെ സൈഡിൽ 6 പേരുള്ളു. 6 പേരേ വടം വലിക്കാൻ. ബോഡി വെയിറ്റും ഇതിനൊരു കാരണമാണ്. അതെ, ഓക്കെ. 6 പേര് അവിടെ നിന്ന് വലിച്ചു നോക്കാം, പറയാം. ഓക്കെ, കറക്റ്റ്. ഇപ്പൊ ഒരു പഴം കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരു കിടിലം ഓണസദ്യ
ഓക്കെ Okay. ഫ്ലവേഴ്സിന്റെ താട്ടുപൊളപ്പൻ കീഴിലും പോടി പൂരൻ ഓണസദ്യ. ശംഭു ചേട്ടാ ആ. എന്താ ഇതൊക്കെ? ഇതാണ് നമ്മുടെ ഏറ്റവും സുന്ദരമായ ഒരു ഗെയിം എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഓണത്തിന്റെ സ്പെഷ്യൽ ആ. മലയാളി മങ്ക മങ്കൻ. ആൻഡ് മലയാളി മങ്കൻ. മങ്കൻ. Yes. Yay! പണി വരുന്നുണ്ട് അവറാച്ച. അതെ അപ്പൊ റൂൾസ് നീതു ഒന്ന് പറഞ്ഞു കൊടുക്കും. അതെ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കപ്പിളിനായിട്ട് നമ്മൾ വിളിക്കും. അതില് ഹസ്ബൻഡ് വൈഫിനെ ഒരുക്കണം, വൈഫ് ഹസ്ബൻഡിനെ ഒരുക്കണം. പക്ഷെ ഒരുക്കേണ്ടത് ഓപ്പോസിറ്റ് ജെൻഡർ ആയിട്ടാണ്. അതായത് പ്രോമി നിത വന്നു കഴിഞ്ഞാൽ പ്രോമി നിതേനെ പെണ്ണായിട്ട് ഒരുക്കി അല്ല ആണായിട്ട് ഒരുക്കും. ആണായിട്ട് ഒരുക്കണം. പ്രോമി ചേട്ടൻ നിത ചേച്ചിനെ ആണായിട്ട് ഒരുക്കണം. ചേച്ചി പ്രോമി ചേട്ടനെ പെണ്ണായിട്ട് ഒരുക്കണം. ഓക്കെ ആദ്യം 3 കപ്പിൾസ് ആണ് വരേണ്ടത്. Yes. അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിൽ ബാക്കി 3 പേര്. അപ്പൊ ആദ്യത്തെ 3 പേർ ആരൊക്കെ? പോരെ പോരെ പോരെ. ഓക്കെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മേക്കപ്പ് ഇടുക, എന്നിട്ട് ഡ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രസ് ചെയ്യുക, അത് കഴിഞ്ഞ് മേക്കപ്പ് ഇടുക. ഇത് കണ്ടുകൊണ്ട് പ്രോമി നിത അവിടെ ഇരിക്കുന്നു. എങ്ങനെയാണ് അടുത്ത റൗണ്ടിൽ ഞങ്ങൾ പെണ്ണും ആണും ആകേണ്ടത് എന്നുള്ള ചിന്തയിൽ ഇതാ അഞ്ജു ജോസഫ് ആദിത്യനെ ശരിക്കും ഒരു പെൺകുട്ടിയായി മാറ്റിയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 3 മണിയോടെയായിരുന്നു അഞ്ജു ജോസഫ് ആദിത്യനെ പെണ്ണാക്കി മാറ്റിയത്. മീത്തിനെ മിതുവാക്കി മാറ്റിയിരിക്കുകയാണ്. വളരെ ഗംഭീരമായ പെർഫോമൻസ് കാഴ്ചവെക്കാനായി 2 പ്രാവശ്യമാണ് മുണ്ട് സാരി ചുറ്റുന്നത്. ആദിത്യ നീ വളരെ ഭംഗിയായിരിക്കുന്നു. ഇത് രാത്രി 12 മണി കഴിഞ്ഞ് യുവ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ ആരും ഒന്ന് ഞെട്ടും. മൃദുലനായി മാറിയിരിക്കുന്നു. ഗംഭീര ലുക്കുമായി ഇതാ മീറ്റ്. അഞ്ജു ജോസഫ് ഇതാ അജിൻ ജോസഫായി മാറിയിരിക്കുന്നു. അന്യനായി മാറിയിരിക്കുന്നു. എന്റെ ഏട്ടൻ ഇങ്ങനെയല്ല. മൃദുല അഞ്ജു ചേച്ചി കം ഓൺ. അഞ്ജു ജോസഫിന്റെ പ്രകടനം വളരെ ഗംഭീര പ്രകടനം എന്ന് പറയാം. കൗണ്ട് ഡൗൺ ലാസ്റ്റ് 20 സെക്കൻഡുകൾ. 20 19 18 17 16 15 14 13 12 11 10 9 8 7 6 5 4 3 2 stop. ശംഭു ചേട്ടാ അഞ്ജു ചേച്ചി മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടേ ഇങ്ങനെയൊക്കെ. ഒരു മിനിറ്റ് ഞാനൊന്ന് കാണട്ടെ. ഓക്കെ ഇനി അടുത്ത കപ്പിൾസ് ഗംഭീരമായിരിക്കും. ഇവർക്ക് കൊടുക്കാം ഒരു വലിയൊരു കയ്യടി കൊടുക്കാം. ഗൈസ് നമ്മുടെ അടുത്ത ടീം ഇവിടെ റെഡിയാണ്. അതെ നമുക്ക് ഓൾറെഡി 3 സുന്ദരിമാരെയും കിട്ടി. ഓക്കെ നിങ്ങൾ ഇനി റെഡിയാണോ? അവരെ നമുക്ക് ബീറ്റ് ചെയ്യണം. ഓക്കെ അപ്പൊ ഈ റൗണ്ടിലെ 3 കപ്പിൾസ് റെഡി ആയിരിക്കും. അവർക്ക് നമുക്ക് ടൈം കൊടുക്കാം. റെഡി 3 2 1 ഗോ. ഒന്നും നോക്കണ്ട, വാരി തേക്കേ. ഇവിടെ കഴിഞ്ഞു. ഇവിടെ ഓൾറെഡി ഫേസ് കഴിഞ്ഞേ. കം ഓൺ ഫാസ്റ്റ്. കുറച്ച് നന്നായിട്ട് അടിപൊളി അടിപൊളി. ഇത്രയും സുന്ദരിയുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പുരുഷനെ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നു. കളയും രാഹുലി 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 അവിടെ കല്യാണം കഴിക്കണത്. Come on guys, fast fast fast. നമുക്ക് ടൈം ഇല്ല. ഗൂഗിളിന് ഓൾറെഡി പെമ്പിള്ളാരുടെ മുടിയുള്ള സ്ഥിതിക്ക് വിഗിന്റെ ഒരു ആവശ്യകത ഇല്ല. രാഹുലി 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 രാഹുലി.
ഇവിടെ സുന്ദരന്മാരായ ആൾക്കാർ സുന്ദരികളായിക്കൊണ്ടിരിക്കുന്നു. സുന്ദരിമാർ സുന്ദരന്മാരായിക്കൊണ്ടിരിക്കുന്നു. കമോൺ, അടുത്താള് ലേറ്റ് ആക്കണ്ട. Ten, 9, 8, 7, അഴിക്കാനല്ല പറഞ്ഞു, 6, ഒളിപ്പിക്കാനാ പറഞ്ഞേ. 5, 4, 3, 2, 1, stop. Ready. Okay guys, ഇനി ഇതിലൊരു സുന്ദരനെയും നമുക്ക് സെലക്ട് ചെയ്യാൻ. എല്ലാരും നിരന്ന് നിന്നേ. കമോൺ. ആരാ ഇത്? വാര്യമ്പള്ളിയിലെ മീനാക്ഷിയല്ലേ? അപ്പൊ ഇവരെല്ലാരും സുന്ദരനും സുന്ദരികളായിട്ട് ഇരിക്കുവാണ്. ഇനി നിങ്ങൾ പെയറായിട്ട് റാമ്പ് വാക്ക് ചെയ്യാനാണ് അടുത്തത്. നമുക്കൊരു സാമ്പിൾ അപ്പൊ ഒരു സാമ്പിൾ കാണിക്കാൻ ഞങ്ങൾക്ക് ഒരു മ്യൂസിക് തരൂ. മനസ്സിലായല്ലോ? ഓക്കെ, are you guys ready? നിദാ, പ്രോമി. Yes, music please. Yay! Oh my god. പ്രോമി ചേട്ടൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ പ്രോമിനി ആൻഡ് നിതിൻ. ഓക്കെ, അടുത്ത കപ്പിൾ മൃദുൽ ആൻഡ് യുവി. Wow, that's so cool. സാരി ഊരി പോകുന്നതിന് മുന്നേ വേഗം പോരെ. ക്യാറ്റ് വാക്ക് ആണ് യുവി ചെയ്യുന്നത്. ബാക്കിലോട്ട് വരെ അഞ്ജു ആൻഡ് ആദിത്യ. ആദിത്യ ആൻഡ് അജിത്. അഞ്ജു ചേച്ചി ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ആൺകുട്ടിയല്ലേ? കലക്കി എന്റെ ബാട കൊച്ചു കള്ളാന്നൊക്കെ. ഐ ലൈക്ക് ഇറ്റ്. അടുത്തത് മീറ്റ് മിരി. അടിപൊളി ക്യൂട്ട് കപ്പിൾ. മുണ്ടൂരി പോയി ഗൈസ്. ആട് തോമ, കമോൺ. അടിപൊളി. അടുത്ത കപ്പിൾ കലക്കി. അടുത്ത കപ്പിൾ നയന ആൻഡ് ഗോകുൽ. ഗോകുലിന്റെ തലയിൽ എന്താണ്? ബോംബാണോ? വാവ്, ഓക്കെ, തിരിച്ചു നടന്നു പോരെ. കലക്കി. Come on guys, our final couple on the ramp. അഖിൽ ആൻഡ് രാഹുലി. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ. ഇനി ഓഫീസിലേക്ക് പോകണ്ട ചേട്ടാ. ഓക്കെ, താങ്ക് യു. അടിപൊളി. താങ്ക് യു സോ മച്ച്. സൂപ്പർ. അപ്പൊ ഇനി നമുക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇതിലൊരു സുന്ദരനെയും ഒരു സുന്ദരിയും, അതായത് മലയാളി മങ്ക ആൻഡ് മലയാളി മങ്കനെ കണ്ടുപിടിക്കാം. പക്ഷെ കപ്പിളിനെ ചൂസ് ചെയ്യണ്ട കേട്ടോ. കപ്പിളായിട്ടല്ല. Okay, ഇതിൽ ഏറ്റവും ബെസ്റ്റ് ലേഡി ഫേസ് ആൻഡ് ഫിഗർ, അതുപോലെ ബോയ്. നോക്കാം. പറയോ, ആരാണ് നിങ്ങളുടെ സജഷൻ? ആരാണ്? പ്രോമി ചേട്ടൻ. ഒരു എതിർപ്പില്ല. ഇപ്പൊ എന്ത് തോന്നുന്നു? എനിക്കങ്ങനെ ആമ്പിള്ളേർക്ക് കൈ കൊടുക്കുന്ന ഇഷ്ടമല്ല. അതെല്ലാം എനിക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് മലയാളി മങ്കനെ സെലക്ട് ചെയ്യണം. ഓക്കെ ഗായ്സ്, പറഞ്ഞോളൂ, ആരാണ് ഇതിൽ ഏറ്റവും നല്ല സുന്ദരൻ? മൃദുല. ഓക്കെ, എല്ലാരും അവസാനം മൃദുല വരൂ. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ റാമ്പ് വാക്ക്. കലക്കി. തട്ടി വീഴരുത് അവിടെ.
വരൂ. താങ്ക് യു അപ്പൊ നമ്മള് മലയാളി മങ്കൻ ആൻഡ് മലയാളി മങ്കെ കണ്ടുപിടിച്ചിരിക്കുന്നു. Yes. എല്ലാവർക്കും ഒരു കൈയടി. Yay!